അടുത്തിടെ സംസ്ഥാനത്ത് നടന്ന ഹർത്താലുകളെയും അതിന്റെ മറവിൽ നടന്ന അക്രമങ്ങളെയും വിമർശിച്ച ഇടതു വലതു മുന്നണികളുടെ തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന പണിമുടക്കിന്റെ ആദ്യ ദിനം തന്നെ ജനജീവിതം സ്തംഭിപ്പിച്ചു. കടകൾ നിർബന്ധിച്ച് അടയ്ക്കില്ലെന്ന് ഉറപ്പു നൽകിയിട്ട് ആദ്യം അത് നടപ്പാക്കി. എതിർപ്പുകളെ അവഗണിച്ച് പലയിടങ്ങളിലും വ്യാപാരികൾ കടകൾ തുറന്നു. പോലീസ് അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടു. ശബരിമല വാഹനങ്ങളും ടൂറിസം മേഖലയെയും ഒഴിവാക്കിയെന്നത് ആശ്വാസമായി. നിലയ്ക്കൽ, എരുമേലി, പമ്പ, കോട്ടയം എന്നിവിടങ്ങളിൽ മാത്രമാണ് KSRTC സർവീസുകൾ നടത്തിയത്. CITU, INTC യൂണിയനുകൾ പണിമുടക്കിന് നേതൃത്വം നൽകുന്നതിനാൽ പല ഡിപ്പോകളിലും ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ, എറണാകുളം, പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ പ്രധാന ഡിപ്പോകളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. പണിമുടക്കിന് പിന്തുണ അറിയിച്ചതിനാൽ സ്വകാര്യ ബസ്സുകൾ എങ്ങും സർവീസ് നടത്തുന്നില്ല. ഓട്ടോ ടാക്സി സർവീസുകളും നിശ്ചലമാണ്. ഓൺലൈൻ ടാക്സികളും നിരത്തിലിറങ്ങിയിട്ടില്ല. ആദ്യ ദിവസം നിർബന്ധിപ്പിച്ച് കടകൾ അടപ്പിച്ചെങ്കിലും രണ്ടാം ദിവസം പ്രതിഷേധം തണുക്കാനാണ് സാധ്യത. കടകൾക്ക് സംരക്ഷണം നൽകാമെന്ന പോലീസിന്റെ ഉറപ്പും ബലമായി അടപ്പിക്കില്ലെന്ന സമരക്കാരുടെ ഉറപ്പും പാഴായതോടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ രീതിയിൽ സംഘർഷങ്ങളുണ്ടായി. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ ഉൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ കോഴിക്കോട് മിഠായി തെരുവിലും കൊച്ചിയിലും വ്യാപാരികൾ കടകൾ തുറന്നു. ജില്ലാ ഭരണകൂടവും പോലീസും സംരക്ഷണവും നൽകി. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പണിമുടക്ക് അനുകൂലികൾ ട്രെയിനുകൾ തടഞ്ഞു. മറ്റു പലയിടങ്ങളിലും സമാനമായ സംഭവമുണ്ടായി. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. KSRTC സാധാരണ ഹർത്താലിന് ചിലയിടങ്ങളിലും സർവീസ് നടത്തുമെങ്കിലും പണിമുടക്കിന് ജീവനക്കാർ നേതൃത്വം നൽകുന്നതിനാൽ അതുണ്ടായില്ല. കർണാടക, തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളും കേരളത്തിൽ സർവീസ് നടത്തിയില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.